മലയാള സിനിമയുടെ വളർച്ചയുടെ ചരിത്രത്തിൽ എറണാകുളത്തിന് വിശേഷ്യ കൊച്ചിക്ക് സുപ്രധാന സ്ഥാനമുണ്ട്. മദിരാശിയും കോടമ്പാക്കവും മലയാള സിനിമാ വ്യവസായത്തിൻ്റെ ആസ്ഥാനമായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് മലയാള സിനിമയുടെ മുഖ്യ കേന്ദ്രമായി കൊച്ചി മാറിക്കഴിഞ്ഞു. ഈ മാറ്റം കേവലം ഭൂമിശാസ്ത്രപരമായ ഒരു റീലൊക്കേഷൻ മാത്രമല്ല, സിനിമയുടെ ഉള്ളടക്കത്തിലും ആഖ്യാന ശൈലിയിലും അതുണ്ടാക്കിയ വലിയൊരു പരിവർത്തനമാണ്. കൊച്ചിയുടെ നഗരവൽക്കരണവും ഒരു മെട്രോപൊളിറ്റൻ നഗരമെന്ന നിലയിലുള്ള അതിൻ്റെ വളർച്ചയും സിനിമയെ സ്വാധീനിച്ചു. 60കളിലെയും 70കളിലെയും മലയാള സിനിമകളിൽ കൊച്ചി ഒരു ഭീകരമായ സ്ഥലമായോ, ഗ്രാമത്തിൽ നിന്ന് വരുന്ന കഥാപാത്രങ്ങൾ എത്തിപ്പെടുന്ന നഗരമായോ, അല്ലെങ്കിൽ ഡിറ്റക്റ്റീവ് കഥകളിലെ പ്രധാന ലൊക്കേഷനായോ ഒക്കെയാണ് ചിത്രീകരിക്കപ്പെട്ടിരുന്നത്. കണ്ണൂർ ഡീലേഴ്സ്, കൊച്ചിൻ എക്സ്പ്രസ്, CID നസീർ തുടങ്ങിയ ചിത്രങ്ങൾ ഇതിന് ഉദാഹരണമാണ്. എങ്കിലും അതൊരു ട്രാൻസിറ്റ് പോയിന്റ് മാത്രമായിരുന്നു. എന്നാൽ 2000-ങ്ങൾക്ക് ശേഷമുള്ള മലയാള സിനിമ, പ്രത്യേകിച്ച് 2010-കൾ മുതൽ കൊച്ചിയെയും അതിൻ്റെ പ്രാന്ത പ്രദേശങ്ങളെയും കേന്ദ്രീകരിച്ച് ഒരു പുതിയ സിനിമാറ്റിക് ലോകം തുറന്നു. ബിഗ് ബി, അന്നയും റസൂലും, ചാപ്പ കുരിശ്, ചാർലി, ലൂക്ക, കമ്മീഷണർ, ചോട്ടാ മുംബൈ തുടങ്ങിയ സിനിമകളിലൂടെ കൊച്ചി നഗരം സിനിമയുടെ പശ്ചാത്തലമായി മാറി. ഈ ചിത്രങ്ങൾ കൊച്ചിയുടെ പല മുഖങ്ങളെ, അതായത് ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി, വൈപ്പിൻ തുടങ്ങിയ പ്രദേശങ്ങളെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചു. ഈ മാറ്റത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ പ്രത്യേകത കൊച്ചിയോടൊപ്പം എറണാകുളം ജില്ലയിലെ ചെറുപട്ടണങ്ങളുടെയും പ്രാദേശിക സംസ്കാരങ്ങളുടെയും ആവിഷ്കാരമാണ്. അങ്കമാലി, ആലുവ, കുമ്പളങ്ങി, ചെല്ലാനം തുടങ്ങിയ സ്ഥലങ്ങൾ സിനിമയുടെ പ്രധാന കഥാപരിസരങ്ങളായി. അങ്കമാലി ഡയറീസ്, കുമ്പളങ്ങി നൈറ്റ്സ്, ഈമയോ, പ്രേമം തുടങ്ങിയ ചിത്രങ്ങൾ ഈ പ്രദേശത്തിൻ്റെ സംസാര, ഭാഷ, ജീവിതരീതി, പ്രാദേശിക സൗന്ദര്യം എന്നിവയെ സൂക്ഷ്മതയോടെ അവതരിപ്പിച്ചു. ഇത്തരം സിനിമകൾ കട്ട ലോക്കൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു പുതിയ സിനിമാ പ്രവണതയ്ക്ക് രൂപം നൽകി. ഈ ചിത്രങ്ങൾ ആഗോളതലത്തിൽ ശ്രദ്ധ നേടിയപ്പോഴും അവയുടെ വേരുകൾ എറണാകുളത്തിൻ്റെ മണ്ണിലായിരുന്നു. ചുരുക്കത്തിൽ, എറണാകുളം മലയാള സിനിമയുടെ ജീവനാഡിയായി മാറിക്കഴിഞ്ഞു. കേവലം ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ എന്നതിനപ്പുറം അത് സിനിമയുടെ കഥാപാത്രങ്ങളുടെ സംസാര ഭാഷയെ, ജീവിതത്തെ, സംസ്കാരത്തെ, രാഷ്ട്രീയത്തെ, ഭൂമിശാസ്ത്രത്തെ പോലും നിർവചിക്കുന്ന ഒരു സിനിമാറ്റിക് നഗരമായി വളർന്നു കഴിഞ്ഞിരിക്കുന്നു.